ദിവസത്തെയും പോലെ തന്നെ നമ്മൾ ഇന്നും ഒത്തിരി നല്ല നല്ല പാട്ടുകൾ കേൾക്കാനായിട്ടും ഒത്തിരി വിശേഷങ്ങൾ പറയാനായിട്ടും ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരെ വെൽക്കം ചെയ്തതിനു ശേഷം നമുക്ക് വഴിയെ വിശേഷങ്ങളും പാട്ടുകളും ഒക്കെ കേൾക്കാം. സോ ലെറ്റ്സ് വെൽക്കം MJ അങ്കിൾ, ആര്യ ചേച്ചി ആൻഡ് മധു അങ്കിൾ. വെൽക്കം. 3 പേര് റെഡി ആയിട്ടിരിക്കല്ലേ പാട്ട് കേൾക്കാൻ വേണ്ടിട്ട്? റെഡി ഓൾറെഡി റെഡി എവർ റെഡി. അതെ, മധു എവരിബഡി റെഡി. എല്ലാവർക്കും കൂടെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? നല്ലൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. മധു അങ്കിളുടെ നല്ല അഭിപ്രായമാണെങ്കിൽ എനിക്ക് നല്ല അഭിപ്രായമാണ്. എനിക്ക് അതിലും നല്ല അഭിപ്രായമാണ്. MJ അങ്കിളിനോ സന്തോഷല്ലേ സെലിബ്രേഷൻ റൗണ്ട് വരുന്നത്? പിന്നെ സെലിബ്രേറ്റ് ചെയ്യണ്ടേ? അതെ, അങ്ങനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഒരാളെ വിളിക്കാം. നല്ലോണം പഠിക്കുന്ന, നല്ലോണം പഠിച്ച് പാട്ട് പാടുന്ന ഒരാള് വരാൻ പോവാണ്. നമ്മുടെ ആവണിക്കുട്ടി. ലെറ്റ്സ് വെൽക്കം ആവണി ഓൺ സ്റ്റേജ്. നമ്മുടെ ചിടിക്കുടുക്കിയാണ് ടോപ്പ് സിംഗറിന്റെ. ബ്ലൂവോ ബ്ലാക്കോ? പർപ്പിൾ. ഓ, ഇത് അങ്ങനെ കാണുമ്പോ ബ്ലൂ ആയിട്ടാ തോന്നുന്നത്. വയലറ്റ് ആയിട്ടാ എനിക്ക് തോന്നിയത്. ഒരാവശ്യമായിരുന്നു. കാരണം ഇപ്പൊ പേർപ്പിൾ ബാൻഡ് എന്ന് എല്ലാവരും കേട്ടോണ്ടിരിക്കുന്നത്. ശല്യം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. എവിടെ നമ്മൾ ഈ ഫേസ്ബുക്ക് നോക്കിയാ അല്ലെങ്കിൽ ഇൻസ്റ്റ നോക്കിയാ എവിടെ നോക്കിയാലും സോഷ്യൽ മീഡിയയിൽ ഈ പേർപ്പിൾ ബാൻഡ് വല്ല ആവശ്യമുണ്ടോ? എന്താ ചെയ്യാ? എല്ലാവർക്കും ഒന്നും കിട്ടാത്തോണ്ട് അത് എടുത്തതാ. പക്ഷെ നന്നായി, നല്ല രസം, കണ്ണിനൊരു കുളിർമ. നല്ലതാ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പൊ പിന്നെ പറഞ്ഞാൽ മതി. ഇന്ന് എന്റെ മ്യൂസിക് ടീച്ചേഴ്സ് വന്നിട്ടുണ്ട്. നമസ്കാരം. രാജീവ് സാറും സുമാ മിസ്സും രജനി മിസ്സും പിന്നെ രാജീവ് സാറിന്റെ മോൻ രാമാനന്ദ ചേട്ടൻ. നമസ്കാരം. സാറിന്റെ ഗുരുനാഥൻ രചിച്ച ഒരു കർണാട്ടിക് കൃതിയൊക്കെ ഉള്ള ഒരു ബുക്ക് സാറിന് നൽകാനാണ് അവർ വന്നത്. താങ്ക് യു. അത് എനിക്കൊരു വലിയൊരു ഭാഗ്യല്ലേ അത് കിട്ടുന്നതെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇപ്പൊ കൊടുക്കാം. ഇതൊരു വളരെ അമൂല്യമായ, ഞാൻ എൻ്റെ ഹൃദയത്തിൽ ട്രഷർ ചെയ്യേണ്ട ഒരു പുസ്തകമാണ് വന്ദേ ഗോപാലം. ഇത് പ്രൊഫസർ MG ഗോപാലകൃഷ്ണൻ സാറിൻ്റെ അദ്ദേഹം രചിച്ച കൃതികളാണ്. അതിൻ്റെ ഫുൾ നൊട്ടേഷനോട് കൂടിയ കൃതികളാണ്. അപ്പോൾ ഗോപാലകൃഷ്ണൻ സാറിനെ ഞാൻ തിരുവനന്തപുരത്ത് വെച്ച് ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ മുന്നിൽ പാടാനായിട്ടുള്ള ഒരു വലിയൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ മകൻ പ്രേമൻ ചേട്ടൻ, എൻ്റെ സ്വന്തം ചേട്ടനാണ് പ്രേമേന്ദ്രൻ ചേട്ടൻ. ഇതൊരു വളരെ അമൂല്യമായിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇത് പ്രചരിക്കണം. കാരണം അദ്ദേഹം ശമൻകുടി സാറിന്റെ ശിഷ്യനാണ്. എത്ര ഗംഭീരമായിട്ട് അദ്ദേഹം പാടുമായിരുന്നു. അദ്ദേഹം പാടി കേട്ടുള്ള കൃതികളൊക്കെ എൻ്റെ ചെവിയിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇവിടെ വയ്ക്കുന്നു. താങ്ക് യു രാജീവ് ജി അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്. ഇത് നൊട്ടേറ്റ് ചെയ്യുന്നതിലും രാജീജിയാണ് അത് മെയിനായിട്ട് അത് ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അത് ഗംഭീരാണ്. താങ്ക് യു സോ മച്ച്. സന്തോഷായി. എനിക്കും. ഏത് പാട്ട് പാടിയാണ് ഞങ്ങളെ കുളിർമഴ പെയ്യിക്കാൻ പോകുന്നത്? ചെല്ലത്താമരി ചെറുചിരി ചുണ്ടിൽ ചൂടിയോ. ഹലോ ഹലോ ഹലോ. സിനിമയുടെ പേര് ഹലോ. ബാക്കി പറഞ്ഞു. ഇയർ 2007. മ്യൂസിക് അലക്സ് പോൾ സാർ, ലിറിക്സ് വയലാർ ശരത് സാർ, പിന്നെ പാടിയത് ചിത്രാമയും സംഗീത മാമും. ഓൾ ദി ബെസ്റ്റ്. All the best. Thank you. ചെല്ലത്താമരി ചെറുചിരി ചുണ്ടിൽ ചൂടിയോ, തുള്ളിത്തേനുമായി കനവുകളുള്ളിൽ തുള്ളിയോ. ചെല്ലത്താമരി ചെറുചിരി ചുണ്ടിൽ ചൂടിയോ, തുള്ളിത്തേനുമായി കനവുകളുള്ളിൽ തുള്ളിയോ. സൂര്യചന്ദനം വാങ്ങിയോ, സ്നേഹചുംബനം നേടിയോ,
മൊത്തത്തിൽ കേൾക്കാൻ നന്നായിരുന്നു. താങ്ക് യു. ഈറൻ കാറ്റേ എന്ന് പാടിയപ്പോ അത് ശ്രുതി ചേർന്നിട്ടില്ല. ഈറൻ കാറ്റേയില്ലിക്കും ഈറൻ അത് മുഴുവനാവട്ടെ. ഈറൻ കാറ്റേ ഇള്ളി. ഈറൻ കാറ്റേയില്ലിക്കുമ്പിൽ ഏക്കും ഈക്കും ഒരു വ്യത്യാസം തോന്നണം കേട്ടോ. ഈറൻ കാറ്റേ ഇള്ളി അവിടെ. ഈറൻ കാറ്റേയില്ലിക്കുമ്പിൽ. യെസ് 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 യെസ്. പിന്നെ ഉള്ളത് മെല്ലെ മെല്ലെ ഈണം നെയ്യും നേരം. അതിന്റെ എൻഡിങ് ഇല്ലേ, ഫിനിഷിങ്. സ്വരമേഴും മെല്ലെ മെല്ലെ ഈണം നെയ്യും നേരം. ശ്രുതി. ഈണം നെയ്യും നേരം. ഈണം നെയ്യും നേരം. അതൊന്ന് ശരിയാക്കണം തോന്നി കേട്ടോ. ചരണത്തിന്റെ ഫസ്റ്റ് 2 ലൈൻസ് ഓക്കെ ആയിരുന്നു. പിന്നെ മധുമാസം നീളെ എന്താ എന്നെ ഇഷ്ടമല്ലേ, ഈ മധുവങ്കലിന് ഇഷ്ടമല്ലേ ആള്? എന്താ മധുമാസം നീളെ നീളെ മഞ്ചം നീർത്തും നേരം എന്നുള്ളത് 2 times, അത് 2 പ്രാവശ്യവും ശ്രുതി ഇത്തിരി ഫ്ലാറ്റ് ആയിരുന്നു. പിന്നെ കളഭമാരിയല്ല, കളഭമാരിയിൽ. ഓക്കെ, ബാക്കി ഭാഗങ്ങളൊക്കെ നന്നായിരുന്നു. താങ്ക് യു സർ. കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നേരത്തെക്കാളും കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അതിനൊരു പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു താങ്ക് യു സർ. കേട്ടോ. അപ്പൊ ഇനി കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. കുഞ്ഞേ, എന്തോ ആവണി കുഞ്ഞേ, എന്തോ പ്രിയപ്പെട്ട ആവണി കുഞ്ഞേ, എന്തോ. നന്നായിട്ട് പാടി. താങ്ക് യു സർ. ഒരു പാട്ടിന് ഒരു ഈണമുണ്ട്. ഓക്കെ, നമ്മൾ കേൾക്കുമ്പോഴത്തേക്കും ആ ഈണം ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ ഈ പാട്ടൊക്കെ സെലക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ പാട്ടിന്റെ ഈണത്തിന്റെയും ഉള്ളിൽ ഒരു ഹൃദയമുണ്ട്. ഹൃദയത്തിന്റെ ഒരു പ്രത്യേകത എന്താ? അതെപ്പോഴും ഇങ്ങനെ ബീറ്റ് ചെയ്തോണ്ടിരിക്കും. ഹൃദയം നിന്നുപോയാൽ എന്ത് സംഭവിക്കും? തീർന്നു, ഖലാസ് അല്ലേ? അപ്പൊ നമ്മൾ ആ ഹൃദയം തൊടാനായിട്ടാണ് ഒരു പാട്ടുകാരിക്ക് സാധിക്കേണ്ടത്. ഇപ്പൊ കുഞ്ഞാണ്, തുടങ്ങിയിട്ടേ ഉള്ളൂ. അങ്കിൾ അത് മനസ്സിലാക്കാതെ അല്ല ഇത് പറയുന്നത്. ഇങ്ങനെ ഒരു പേഴ്സ്പെക്റ്റീവിൽ നമ്മൾ ഇനി പാട്ട് പഠിക്കുമ്പോഴത്തേക്കും അത് കാണേണ്ട ആവശ്യമുണ്ടെന്ന് അങ്കിൾ പറയുന്നത്. ആ ഹാർട്ട് നമ്മൾ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അറിയാതെ ആഹാ എന്ന് പറഞ്ഞു പോകും. അങ്ങനെ 1-2 ആഹാ മൊമെന്റ്സ് ഈ പാട്ടിലും ഉണ്ടായിരുന്നു കേട്ടോ. അതെവിടെന്ന് വെച്ചാ കുളിരലകളിൽ നിന്ന് അവസാനം പാടിയില്ലേ, അതിലൊരു സംഗതി പാടിയില്ലേ, അത് അസ്സലായിരുന്നു. താങ്ക് യു സർ. ഇനി ചെറിയ ചെറിയ ചില ട്രിക്കുകൾ പറഞ്ഞുതരാം. ഇപ്പൊ ആദ്യം വളരെ ക്യൂട്ടായിട്ട് ആദ്യം അവതരിപ്പിച്ചിട്ടുണ്ട് ചെല്ലത്താമര എന്നുള്ളത്. ഒന്ന് പഠിക്കേ. ചെല്ലത്താമരി ചെറുചിരി ചുണ്ടിൽ ചൂടിയോ. ആ, ഇതിനകത്ത് ഇപ്പൊ അങ്കിള് പാടുന്ന വ്യത്യാസം എന്താ? അത് കുറച്ചും കൂടെ ഒരു റിതമിക് പാറ്റേണിലാണ് ഞാൻ പാടിയത്. മെലഡി ഉണ്ട്, പക്ഷെ അതിന്റെ കൂടെ ഒരു റിതമിക് സ്റ്റൈലും കൂടെ വരണം. ചെല്ലത്താമരേ ചെല്ലത്താമരി ചെറുചിരി ചുണ്ടിൽ ചൂടിയോ. ചെറുചിരി ചുണ്ടിൽ ചൂടിയോ. പോട്ടെ. തുള്ളിത്തേനുമായി കനവുകളുള്ളിൽ തുള്ളിയോ. ഡബിൾ അടിച്ചു പോട്ടെ. സൂര്യചന്ദനം വാങ്ങിയോ. അവിടെ വരുമ്പോഴത്തേക്കും അതേ വോക്കൽ വോളിയം തന്നെയാണല്ലോ സൂര്യചന്ദ്രൻ പാടിയത്. അത് കുറച്ചുകൂടെ ഓപ്പൺ ആക്കിയാലോ? സൂര്യചന്ദനം വാങ്ങിയോ. കുറച്ചുകൂടെ ഓപ്പൺ. വാങ്ങിയോ. സ്നേഹചുംബനം നേടിയോ. അവിടെ ഓപ്പൺ ആക്കിയാലുള്ള ഗുണം അവിടെ കുളിര് നമുക്ക് ശരിക്കും കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അവിടെ കുറച്ചും കൂടെ ഭാവത്തില് സോഫ്റ്റ് ആയിട്ട് ഹസ്കി ആയിട്ട് അവിടെ പാടുമ്പോഴത്തേക്കും അതിന് വാല്യൂ കിട്ടും. എല്ലാവരുടെയും ഒരു വോളിയം ആണെങ്കിൽ നമുക്ക് ആ വാല്യൂ കിട്ടൂല. അപ്പൊ സൂര്യചന്ദനം തൊട്ട് അങ്ങനെ ഒന്ന് പാടിയേ. സൂര്യചന്ദനം വാങ്ങിയോ. ഓപ്പൺ. സ്നേഹചുംബനം നേടിയോ. കുളിരലകളിലാടിയോ. ചെല്ലത്താമരേ ചെറുചിരി ചുണ്ടിൽ ചൂടിയോ. തുള്ളിത്തേനുമായി കനവുകളുള്ളിൽ തുള്ളിയോ. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? കുറച്ചും കൂടി നല്ലതായി. നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ ഒരു പാട്ടിന്റെ ഒരു രൂപം അല്ലേ? ഒരു കണ്ണും മൂക്കും ഒക്കെ ഉണ്ട്. നമ്മൾ ആ കണ്ണിൽ ഇങ്ങനെ പതുക്കെ നമ്മുടെ മീനുട്ടി പോലെ ഇങ്ങനെ പതുക്കെ വരച്ച് എടുക്കുന്നു. ഇതുപോലെ മീനുട്ടി പോലെ ചുന്തിരിയാക്കുന്നു ആ പാട്ടിനെ. അത്രയും സൗന്ദര്യം ഈ പാട്ടിനുണ്ട്. കണ്ടിട്ട് തോന്നില്ലേ സുന്ദരിയാണെന്ന് തോന്നില്ലേ? അതുപോലെയാണ് പാട്ടിന്റെ സൗന്ദര്യമുണ്ട്. അപ്പൊ ഇത് ശ്രദ്ധിക്കുക, ഇനി മുതൽ ശ്രദ്ധിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ആവണി ബേബി, എന്തോ നമ്മൾ ഇവിടെ ഉണ്ടെന്ന് ബോധറേ ചെയ്യരുത്. ഇങ്ങോട്ട് നോക്കുകയേ വേണ്ട കേട്ടോ. ഇടയ്ക്കൊന്നും അല്ല, കൊറേ പ്രാവശ്യം നോക്കി, ഞാൻ കണ്ടു. ഇടം കണ്ടിങ്ങനെ നോക്കുന്നുണ്ട്. ആ പാടിയത് കറക്റ്റ് ആയിരുന്നോ, ശരിയായില്ലേ,
ശരിക്ക് പാടിയത് കേട്ടോ, ക്യാമറയിലോട്ട് നോക്കണം. നല്ല ചിരി ആവണിക്കുട്ടിയുടെ, അതെല്ലാരും കാണണം. പിന്നെ വേറെ ഒന്ന് മധുചേട്ടൻ പറഞ്ഞ പോലെ ആ ഈ അക്ഷരങ്ങളൊക്കെ ഒരുമിച്ചിട്ട് വരുമ്പം എ ഇ ഒക്കെ വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ആ ഒരു വേർതിരിവ് വേണം. ആവണിക്കുട്ടിയുടെ ആ ചിരി വരുമ്പോ പക്ഷെ അറിയാണ്ട് ആ ചിരിന്റെ ഉള്ളിൽ അക്ഷരങ്ങളുടെ ആ ഒരു ക്ലാരിറ്റി എവിടെയോ മുങ്ങിപ്പോന്ന പോലെ തോന്നുന്നുണ്ട് ചെറുങ്ങനെ. അതൊന്ന് ശ്രദ്ധിച്ചാ മതി. ബാക്കിയൊക്കെ സൂപ്പറാണ്. മിടുക്കി കുട്ടിയാണ്. ഇനിയും ഇതുപോലെ ഇതിന്റെ അപ്പുറം ഇംപ്രൂവ് ചെയ്തിട്ട് മുന്നോട്ട് പോകണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. So Avanikutti going to be awarded 97 out of 100 today. താങ്ക് യു സർ. ചിരി ചിരി ചുണ്ടിൽ ചൂടിയോ ആവണിക്കുട്ടി, എന്തോ അവരുടെ മൂന്നാളുടെയും കമന്റ്സ് ഒക്കെ നമ്മൾ കേട്ടു. എന്നാലും നമ്മുടെ ടീച്ചേഴ്സ് ഇവിടെ വന്നിട്ടില്ലേ, അവരുടെ അടുത്ത് ചോദിക്കണ്ടേ എങ്ങനെ ഉണ്ടായിരുന്നു പാട്ടെന്ന്? ഒരു പാട്ട് ടീച്ചർ ഉണ്ടല്ലോ, ഒരു പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ആദ്യമായിട്ട് ടീച്ചറാണ് കണ്ടുപിടിച്ചത്. അതേത് മിസ്? അത് സുമാ മിസ്സിന് എന്ത് തോന്നി പാട്ട് കേട്ടിട്ട്? നന്നായിരുന്നു. ഈ പറഞ്ഞ പോലെ ജഡ്ജസിന്റെ അഭിപ്രായങ്ങള് അതുപടി തന്നെ മനസ്സിൽ കൊണ്ടുവരിക, എന്നിട്ട് ഫോളോ ചെയ്യുക. കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു. നമ്മള് ജഡ്ജസ് അല്ല, നമ്മള് നമ്മള് ബഡീസ് ആണ്. ഹാപ്പി അല്ലേ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിക്കണം. ബൈ ബൈ. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ അത് ആ ഈ അതൊക്കെ കറക്റ്റ് ആണെന്ന്, അങ്ങനെ ഒന്ന് റിഹേഴ്സ് ചെയ്ത് അങ്ങോട്ട് പൊക്കോളൂ. ഈ നോക്കിട്ട് നേരെ നോക്കിക്കോ. വീഴരുത്. അവസാനം ഔ എന്ന് പറയുന്നത്. എടാ വീട്ടിൽ പോയി പ്രാക്ടീസ് ചെയ്താൽ മതി. ഇന്ന് കൊച്ചു പാട്ടൊക്കെ കഴിഞ്ഞ് സുഖമായി കിടന്ന് ഉറങ്ങിക്കോ. ഓക്കെ, റിലാക്സ് ടുഡേ, പ്രാക്ടീസ് ടുമോറോ. ബൈ. താങ്ക് യു. ഈ പുതിയ റൗണ്ട്സ് വന്നപ്പോ നമ്മൾ ഒരുപാട് കാലം പുറകിലേക്ക് പോകുന്നുണ്ട്. അതിനിടയ്ക്ക് സെലിബ്രേഷൻ നടക്കുന്നുണ്ട്. പിന്നെ മാജിക്കൽ ആയിട്ടുള്ള മെലഡികൾ കേൾക്കുന്നുണ്ട്. പിന്നെ മെലഡി താഴെ വീഴുന്നെടുത്ത് കഴിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇപ്പൊ നമ്മള് റെട്രോ റൗണ്ടിൽ കുറച്ച് ബാക്കിലേക്ക്, കുറച്ച് പിന്നിലേക്ക് പോകാൻ പോവാണ്. അങ്ങനെ ഒരു റെട്രോ റിവൈൻഡ് റൗണ്ടുമായിട്ട് ഇവിടെ എത്തുന്നു നമ്മുടെ ഗൗരിക്കുട്ടി. വെൽക്കം ഗൗരി നന്ദക്കുട്ടി ഓൺ സ്റ്റേജ്. അയ്യോ സാരി ഒരു ടീച്ചർ വരുന്നു. എല്ലാരും പറഞ്ഞു ടീച്ചർ. ശരിക്കും ടീച്ചർ പോലെ ഉണ്ട്. ടീച്ചർ എത്താം ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത്? ഞാൻ 8ല് പഠിപ്പിക്കുന്നത്. ഏത് സബ്ജക്റ്റാ? ഞാൻ മാത്സ്. മാത്സ് എനിക്ക് ഇഷ്ടം. സയൻസിൽ ഏതാ? ബയോ, ഫിസിക്സ്, കെമിസ്ട്രി? ബയോ. ബയോണ് ഇഷ്ടം? അങ്ങനൊന്നുമില്ല. എല്ലാം ഇഷ്ടം. പെട്ടെന്ന് ഞാൻ ആദ്യം ചോദിച്ചാൽ ഒന്നും ഇഷ്ടമല്ല. അങ്ങനെ പറയാം. ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് ഏതാ? SST ഇഷ്ടം. സോഷ്യൽ സോഷ്യൽ സയൻസ്. സയൻസ്. ഭൂമിശാസ്ത്രം. അത് ഇഷ്ടപ്പെടാൻ കാരണം എന്താ? എർത്തിനെ പറ്റി പഠിക്കാൻ ഇഷ്ടമാണ്. ഒരു വൈഡ് ക്ലാസ് തന്നെ നമുക്ക് ഇന്നുണ്ടാവും. ഹെമിസ്ഫിയേഴ്സിനെ പറ്റിയൊക്കെ വേണ്ട, അങ്ങോട്ടേക്ക് കടക്കണ്ട, വേണ്ടല്ലോ. അപ്പൊ ഏത് പാട്ടാ പാടുന്നതെന്ന്? പ്രകാശനാളം ചുണ്ടിൽ മാത്രം. ഇത് ശരിക്ക് ഈ പാട്ട് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അതെ, ഒരിക്കലും അത് നമ്മളിൽ നിന്ന് പോവില്ല. അതിങ്ങനെ ഹോണ്ട് ചെയ്യും. കിടക്കും. മാത്രമല്ല നമ്മളിങ്ങനെ അവിടെ എന്തോ കറക്കിക്കൊണ്ടിരിക്കും ഉള്ളില്. അതിന്റെ മെലഡി എങ്ങനെയാണ്? അതെ, ജെറി സാർ അല്ലേ? അതെ, ജെറി സാർ. ലിറിക്സ് പി ഭാസ്കരൻ സാർ. ലിറിക്സ് പി ഭാസ്കരൻ സാറ്. ബാക്കിയുള്ള പാടിയത് ജാനകി അമ്മ. ഇയർ 1982. മൂവി ഒരു വിളിപ്പാടകലെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പ്രകാശനാളം ചുണ്ടിൽ മാത്രം, പ്രകാശനാളം ചുണ്ടിൽ മാത്രം, മനസ്സിലാകെ മഹാന്ധകാരം, എല്ലാം അഭിനയം, പാതിരാവിൽ പൊലിഞ്ഞു പോയി വസന്തതാരം, എല്ലാം അഭിനയം, പാതിരാവിൽ പൊലിഞ്ഞു
ഗുഡ് ഗുഡ് വെരി നൈസ് വെരി നൈസ്. ഗൗരിക്കുട്ടി എന്ന് വിളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ നന്ദക്കുട്ടിയാണ്. വളരെ സന്തോഷമായി. എന്താ വെച്ചാ കഴിഞ്ഞ ഒരു പെർഫോമൻസ് കഴിഞ്ഞിട്ട് ഞാൻ ഓർത്തു നന്ദക്കുട്ടി നല്ലൊരു കംബാക്ക് വേണമെന്ന്. 1000 കണ്ണുമായി കഴിഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ഒരു കംബാക്ക് ആണ്. അതിൽ വളരെയധികം സന്തോഷമാണ്. നമ്മളെപ്പോഴും എന്താ വെച്ചാ നമ്മുടെ ടാലന്റിന് നമ്മൾ നീതി പുലർത്തണം. അത് നമുക്ക് മനസ്സിലാവണം, ബാക്കിയുള്ളവർക്ക് മനസ്സിലാവണം, ക്ലാരിറ്റിയിൽ മനസ്സിലാവണം ഈ ടാലന്റ് ഉള്ള ആളാണെന്നുള്ളത്. അപ്പൊ നന്ദയുടെ ടാലന്റിൽ നന്ദ വിശ്വസിക്കണം. അതിനൊരു ചെറിയ കുറവുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് അത് അണ്ടർലൈൻ ചെയ്ത് പറയുന്നത്. അത് കൃത്യമായിട്ടുള്ള പ്രാക്ടീസിലൂടെയാണ് കൂടേണ്ടത്. തുടക്കത്തില് പ്രകാശ എന്ന് പാടി പോലെ എനിക്ക് തോന്നി. പ്രകാശ ഇപ്പൊ ഇപ്പോഴൊരു എ അതിനകത്ത് വരുന്നുണ്ട്. ആണ് വേണ്ടത്. പ്രകാശനാളം എന്ന് വരുന്നുണ്ട്. നമ്മുടെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് മസിൽസ് ഇവിടെ ഉള്ളത്. അപ്പൊ ആ വായ ഇങ്ങനെ തുറക്കാൻ വേണ്ടി ഒരു മടിയും വേണ്ട. ഇങ്ങനെ പറയണം. ശരിയോ? അത് പഠിച്ചാൽ മതി. മലയാളം അങ്ങനെ കൂടുതൽ പഠിക്കുന്ന ആളല്ലല്ലോ. അത് ശരിയായി വരും. സൗദിയിലെ മലയാളം പോലെ ഇരിക്കും. സാരമില്ല. പിന്നെ അണിയറയ്ക്കുള്ളിൽ വിലാപനാദം എന്ന് പാടിയില്ലേ? നാദമാണ് ശരിക്കും ഏറ്റവും ശ്രുതി ചേരേണ്ടത് അല്ലേ? അന്ന് പാടിക്കേ. അവിടെ അത് ഗാ കറക്റ്റ്. മാത്രം ഈ സംഗീതം അണിയറയ്ക്കുള്ളിൽ വിലാപനാദം. അത് കുറച്ച് ഫ്ലാറ്റ് ആണ്. നാദം എന്നുള്ളത് കറക്റ്റ് ആക്കണം കേട്ടോ. പിന്നെ ആ തകർന്നു വീണു എന്ന് പാടിയത് സൂപ്പറായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ ഉടനെ തന്നെ ആ ഒരു അകാരം വന്നില്ലേ, അവിടെ വേറെ എന്തോ പോലെ പോയി. ഇപ്പൊ ഓൾമോസ്റ്റ് ഓക്കെ. പക്ഷെ എന്നാലും നേരത്തെ 10 ആയിരുന്നെങ്കിൽ ഇപ്പൊ 90 ആയി കേട്ടോ. അപ്പൊ പെർഫോമൻസിൽ നമുക്ക് ആ 90 കൊണ്ടുവരാൻ പറ്റണം. അതാണ് പറഞ്ഞത്, കോൺഫിഡൻസ് വേണം. എന്നാലും ഈ പാട്ട് പാടൽ ഈസി അല്ല. കാരണം അതിനകത്ത് ഒരുപാട് ഭാവങ്ങളുണ്ട്. വളരെ മെച്യൂരിറ്റിയോടുകൂടി ആ ഭാവങ്ങളെ തേടുന്ന ഒരു പാട്ടുകാരിക്കാണ് ഇത് കൃത്യമായിട്ട് അത് കൊണ്ടുപോകാനും അവിടെ അത് ഹിറ്റ് ചെയ്യാനും സാധിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും 8ാം ക്ലാസ്സിലെ ഒരു കുട്ടി ഇന്ന് ടീച്ചറാണ്, കുട്ടിയല്ല. അല്ല അപ്പൊ അങ്ങനെ 8ാം ക്ലാസ്സിലെ ഒരു ടീച്ചർ, ഗൗരി ടീച്ചർ അല്ല, നന്ദ ടീച്ചർ. നന്ദ ടീച്ചർ അത് പാടാനായിട്ടുള്ള നല്ല ഒരു അറ്റംപ്റ്റ് നടത്തിയിരിക്കുന്നു. നന്ദ ടീച്ചർ അല്ല, ഗൗരി ടീച്ചർ. ഓക്കെ, ഗൗരി ടീച്ചറെ ഭൂരിഭാഗം നന്നായിട്ടുണ്ട്. അനുപല്ലവിയിലാണ് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അഴിഞ്ഞ ചമയം ഇരുണ്ട പതനം ഉള്ള സ്ഥലത്ത് ബ്രത്ത് കിട്ടാത്തതുകൊണ്ട് അവിടെ പിച്ച് പ്രോബ്ലം ഉണ്ടായി. വിലാപനാദത്തിലും പിച്ച് പ്രോബ്ലം മൈന്യൂട്ട് ആയിട്ടുണ്ടായി. അവിടെ മൈന്യൂട്ട് ആയിരുന്നു. അതുപോലെ തന്നെ കണ്ണീരിൻ ധാര, ബ്രത്ത് പ്രോബ്ലം മുറിച്ചു. മുറിക്കാമോ? പാടില്ല ടീച്ചർ, പാടില്ല ടീച്ചർ. ടീച്ചർ പാടണം, പക്ഷെ മുറിക്കാൻ പാടില്ല. പാടണം, പക്ഷെ ഇത് പാടില്ല. അപ്പൊ ഇതൊക്കെയാണ് ഉണ്ടായത്. ലാസ്റ്റ് പല്ലവി എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ കുറച്ചും കൂടി ഇന്ന് ട്രൈ ചെയ്യണം, കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യണം. പാട്ടിന്റെ ഓരോ മുക്കുമൂലിയും ശ്രദ്ധിച്ച് ഒബ്സർവ് ചെയ്ത് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇവിടെ വന്ന് പാടാൻ ശ്രമിക്കണം കേട്ടോ. ഓക്കെ അല്ലേ ടീച്ചർ? എന്തായാലും ഗൗരി ടീച്ചറുടെ ഒരു സ്റ്റെപ്പിംഗ്, ഗൗരി നന്ദ ടീച്ചറുടെ ഒരു രണ്ടും കൂടി കൂടിയതാ. എന്ത് ചെയ്യാ, എല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണം. എന്നിട്ടാണ് ഇവിടെ ഒരു കാര്യം പറയാൻ പാടില്ല. അതെ, നമ്മൾ എല്ലാത്തിലും ഒരു മനസ്സായതുകൊണ്ട് ഗൗരി നന്ദ ടീച്ചർ എന്തായാലും ഈ പെർഫോമൻസ് കഴിഞ്ഞ പെർഫോമൻസിനേക്കാളും ഒരു സ്റ്റെപ്പ് മേളിൽ നിൽക്കുകയാണ്. ഇതിങ്ങനെ തന്നെ പോട്ടെ. ഇനിയും നന്നായി പഠിക്കുക. നല്ല ബ്രീത്തിങ് എക്സസൈസ് എന്താ വേണ്ടെച്ചാ ചെയ്യുക. അതൊക്കെ ചെയ്ത് മിടുക്കിയായി വരാം. അപ്പൊ ഗൗരിക്കുട്ടിയുടെ ഇന്നത്തെ സ്കോർ 97 out of 100.
അപ്പൊ ഗൗരിക്കുട്ടി അയ്യോ ഗൗരി ടീച്ചർ ഗൗരിനന്ദ ടീച്ചർ ഗൗരി നന്ദ മീനുട്ടി ടീച്ചർ സോറി അച്ഛൻ അച്ഛൻ കേട്ടോ ഞാൻ പറഞ്ഞു ഞാൻ ടീച്ചർ പറഞ്ഞു ഗൗരി നന്ദക്കുട്ടി ആ, ഞാൻ okay, പറഞ്ഞു okay. ഓക്കെ അല്ലേ എന്റെ പൊന്നോ കണ്ടോ ഇപ്പൊ ആർക്കായാലും ഒരു പേടി കണ്ടോ അതാണ് സൂക്ഷിച്ച് സംസാരിക്കണം ബോബി മില്ലി ബ്രൗൺ ഇല്ലേ ആക്ട്രസ് അതുപോലെ ഉണ്ട് ബോബി ബ്രൗൺ മില്ലി സോറി മില്ലി മില്ലി അതായത് മില്ലി മറന്നുപോയി മില്ലി ബ്രൗൺ മില്ലി ബോബി ബ്രൗൺ ആ, അതെ അതെ. മില്ലി ബോബി ബ്രൗൺ സാരി ഉടുത്ത് വന്ന പോലെ ഉണ്ടെന്ന്. ഉണ്ട് ഞാൻ മധുവങ്ങൾ അത് പറഞ്ഞ പിന്നെ സ്ട്രേഞ്ചർ തിങ്സ് കാണുമ്പോ ആലോചിക്കും അല്ലേ? ശരിയാണല്ലോ ഇങ്ങനെ പറഞ്ഞല്ലോ അതെ, അതെ. ആ. ശരിക്കും അങ്ങനെ Correct. ഷേപ്പ് ഉണ്ട് കേട്ടോ ഓക്കെ അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു ബൈ ബൈ സിറ്റ് ഡൗൺ മാലാഗി ഐ നോ ഐ കാണ്ട് എന്തൊരു അടുത്ത കണ്ടസ്റ്റന്റ് വരുന്നതിനെ പറ്റി ഞാൻ എക്സൈറ്റഡ് ആണ് അതാണോ ഞാൻ പാട്ടിന് മുന്നേ അതുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് വെച്ചു ഇല്ല എനിക്ക് അവനെ നിന്ന് വെൽക്കം ചെയ്യണം അങ്ങനെയാണെ മാലാഖ തന്നെ വെൽക്കം ചെയ്യും ആരാണോ വരുന്നത് നമ്മുടെ കുട്ടുമണിക്കുട്ടൻ യെസ് Yes. വെൽക്കം പാർത്ഥവ് ഓൺ സ്റ്റേജ് ഞാനൊന്ന് ബഹുമാനിച്ചേക്കാം കഥ നല്ല ചേട്ടാ ബഹുമാനിക്കാൻ വരുന്നു ഓ ബഹുമാനിക്കണോ ക്രിസ്മസ് ഹാപ്പി Happy Christmas, സാറേ. ഹായ് സർ ഹാപ്പി ക്രിസ്മസ് സാറോ ഞാനിപ്പോ കണ്ടില്ലേ ദേ ഞങ്ങള് എഴുന്നേറ്റ് കണ്ടില്ലേ ബഹുമാനിക്കൊന്നും വേണ്ട ഞാൻ നിങ്ങളെ അങ്ങോട്ടാ ബഹുമാനിക്കണ്ടേ ഓ, ഞങ്ങൾക്ക് കാണുമ്പോ അങ്ങോട്ട് ബഹുമാനിക്കാൻ തോന്നുന്നു അയ്യോ വേണ്ട പ്ലീസ് why? അങ്ങനെ പറയരുത് ഇരുന്നോട്ടെ താങ്ക് യു ബഹുമാനം സർ അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ക് ആവാം യു സർ അതെ ഇരിക്കട്ടെ സാർ ഇരുന്നു സാർ സാർ മുടി വെട്ടിയോ സാർ ആ മുടി വെട്ടി അതാ സാറിന് ഒരു മുടി മാഞ്ചം വെട്ടിയോ മുടി വെട്ടിച്ചോ മുടി വെട്ടി വെട്ടി തന്നെയോ ആ, ഒറ്റയ്ക്ക് കിട്ടിയോ വെട്ടിച്ചു ആ കറക്റ്റ് വെട്ടിച്ച്. ആ ആ. ആ ആ ഇത് ഈ സ്റ്റൈൽ എന്താണ് മുടിയത് ഇത് പ്രത്യേക വലിയ സ്റ്റൈലൊന്നും ഒരു മുടി വെട്ട് പണ്ട് ഞാൻ ചെയ്ത സ്റ്റൈലാണ് ഇത് അതൊന്നുകൂടെ ഫോട്ടോ അടിച്ച് പുള്ളിക്കാരനെ കൊണ്ട് ഒന്ന് മിനുക്കി. ഒന്ന് അതെ. മുട്ട അടിച്ചുകൂടായിരുന്നോ എനിക്ക് അത്ര അത്രേ ഉള്ളൂ ഒന്ന് മുട്ട അടിച്ചുകൂടായിരുന്നോ അയ്യ, എനിക്ക് മുട്ട ഇഷ്ടമല്ല പണ്ട് അടിച്ചതവിടെ എനിക്ക് ആ കഴിഞ്ഞ പ്രാവശ്യം എന്റെ അതാണ് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞല്ലോ 100 മാർക്ക് കിട്ടിയാ മുട്ട അടിക്കുന്നു ആണോ അങ്ങനെ വല്ല വഴിപാടുണ്ടോ ആണ്ട് എന്റെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു എനിക്ക് ആര് ഓർമ്മയുണ്ട് ചേച്ചി അങ്ങനെ വഴിപാട് നടന്നിട്ടുണ്ടെന്ന് അയ്യോ മാർച്ചവിന് 100 ഔട്ട് ഓഫ് 100 കിട്ടിക്കഴിഞ്ഞാൽ മുട്ടയടിപ്പിക്കുന്നു ഒളിമ്പ്യൻ ആന്റണി യാദത്തിന്റെ അകത്ത് അവര് തോറ്റിട്ട് വരുമ്പോ വട്ടോളി വട്ടോളി ആ വി അടിച്ചിട്ട് ആ പണി ഞാൻ കാണിക്കും അത് വി ഫോർ വിക്ടറി ആണ് പക്ഷെ കുട്ടുമണി എനിക്ക് തോന്നുന്നു മുട്ട അടിച്ചാൽ നന്നായിരിക്കണം നല്ല സുന്ദരം ഭയങ്കര രസമുണ്ടാവും കാണാൻ ഇപ്പൊ ചേരൂല പണ്ട് ചേരുവായിരുന്നു കുട്ടുമണി എന്താടാ? കുട്ടുമണി ഞാൻ പറയണ കേക്ക് പക്ഷെ നിങ്ങൾക്കൊക്കെ വേണ്ടിട്ടല്ലേ വേണം ചെയ്തുതരാം ആ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്കും മുട്ട അടിച്ചു ഇതൊരു ത്യാഗിയാണ് സ്നേഹം ഓക്കെ എഗ്രീഡ് ആണ് അടുത്ത പെർഫോമൻസിന് മുട്ടയാണോ അയ്യോ അല്ല അങ്ങനെ അവൻ വാഗ്ദാനം എടാ, എന്നാ ഇതിന് 100 കിട്ടുവാണെങ്കിൽ മുട്ട അടിക്കോ അവൻ തെറ്റിക്കും അയ്യോ അപ്പൊ തെറ്റിക്കും മനഃപൂർവ്വം തെറ്റിക്കും ഞാൻ തെറ്റിക്കൂല എന്നാ തെറ്റിക്കില്ല. 100 വേണ്ടെന്ന് അവൻ പറയണേ ഞാൻ എന്നാ മുട്ട അടിക്കും ആണോ? 100 കിട്ടിയാലോ? ഉറപ്പാ ഹൺഡ്രഡ് കിട്ടിയ ഉറപ്പ്, ഉറപ്പാണോ ഉറപ്പ്, വേണ്ട. ഉറപ്പാണോ ഉറപ്പ്. ഒരു ഓക്കേ. തരം ഒരു തരം രണ്ട് തരം 2 തരം 3 മൂന്ന് തരം തരം 4 തരം 4 തരം ആ അപ്പൊ ഉറപ്പ്. ശരി ഓക്കെ ഓക്കെ ഓർമ്മിച്ചു അപ്പൊ ഇതാണ് പാട്ട് മറന്നോ നീ നിലാവിൽ നിലാവിൽ ഉം. നമ്മൾ സിനിമ? ആദ്യം കണ്ടൊരാ സിനിമ രാത്രി 5 സ്റ്റാർ ഹോസ്പിറ്റൽ ആ. വർഷം 1997 ആ. മ്യൂസിക് ഡയറക്ടർ ബോംബെ രവി സാർ ഉം. ലിറിക്സ് യൂസഫ് അലി കേച്ചേരി സാർ വെരി ഗുഡ് പാട്ട് കേൾക്കാം അല്ലേ യെസ് All the ഇതില് best. ഇതില് All the വേറൊരു best. പാട്ട് ഇതില് വേറൊരു ഗ്രം പാട്ടും കൂടി ഉണ്ട് ഇത്ര മധുരിക്കുമോ പ്രേമം ഇത്ര കുളിരേകുമോ ഇപ്പൊ കേട്ടില്ലേ ഇനി പോയിട്ട് കേട്ടോ ഇത് ഈ ഇന്നത്തെ കിടിലം പാട്ട് പാട്ടാ. പാടിക്കഴിഞ്ഞിട്ട് പിന്നെ പോയി കേട്ടോ അതെ ഓക്കെ പിന്നെ എപ്പോഴെങ്കിലും പാടേണ്ടി വന്നാലോ യെസ് പറയാൻ പറ്റില്ലല്ലോ സത്യം പറയാൻ പറ്റില്ല. അതെ ഓക്കെ ഓൾ ദി ബെസ്റ്റ് ബേബി ഓൾ ദ ബെസ്റ്റ് ചിലപ്പോ ഈ വേദി തന്നെ ഞാൻ അത് പാടും പാടേണ്ടി വരും ചിലപ്പോ പാടേണ്ടി വരും അതാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. വേഗം പാടി തുടങ്ങിക്കും ഓക്കെ മറന്നോ നീ നിലാവിൽ നമ്മളാദ്യം കണ്ടൊരാ രാത്രി
സൂപ്പർ. ഗുഡ് മോർണിംഗ്. ഇങ്ങോട്ട് വാടാ. വെള്ളിൽ പരവകളായി നാം പൊങ്ങിപ്പടരാം. വർണ്ണം വിതറിയ വാനിൽ നമ്മുടെ കുട്ടുമണി തമ്മിൽ വളരെ പ്രത്യേകതയുള്ള ഒരു കുഞ്ഞാണ്. ഞാനിവനെ ആദ്യം കാണുമ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ ഓർക്കായിരുന്നു. ഇവൻ ഫേസ്ബുക്കിൽ ഇതിനു മുമ്പേ പാടി അതെ, ഞാൻ ഇട്ട ഒരു കേട്ടിട്ടുണ്ട്. പാട്ടുണ്ടല്ലോ, മംഗളങ്ങൾ അരുളും മഴനീർ കണങ്ങളെ. Yeah. ആ, അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി. അപ്പൊ പിന്നെ കുട്ടുമണിയെ ഞാൻ ഇവിടെ വെച്ച് കാണാണ്. അപ്പൊ കുട്ടുമണി ഓരോ പാട്ടിലും കുട്ടുമണി കൊടുക്കുന്ന ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട്. അത് ഈ ഒരു വയസ്സിൽ എങ്ങനെയാണ് എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. അതാണ് കുട്ടുമണിയുടെ ഒരു വലിയൊരു പ്രത്യേകത. ആൻഡ് അങ്കിൾ ഈസ് സോ ഹാപ്പി ആൻഡ് പ്രൗഡ് താങ്ക് യു സർ. കേട്ടോ. പ്രത്യേകിച്ച് ഇതിന്റെ അനുപല്ലവിയും ചരണവും പാടിയില്ലേ, സൂപ്പർ. അതെ, താങ്ക് യു സർ. അങ്ങനെ തന്നെ ഒപ്പിയെടുത്ത് പാടി. അങ്ങനെ ഒപ്പിയെടുത്ത് മാത്രമല്ല, ഫീൽ വെറുതെ അല്ല, ഫീൽ ഫീൽ ഫീൽ. ഭയങ്കര ഫീൽ. അതെ ഇമോഷൻ, ഇമോഷൻ, അതെ ഇമോഷൻ ഇൻ ഓൾ ഇറ്റ്സ് ഫുൾനെസ്. താങ്ക് യു. അതെ അതാണ് അത്. അങ്ങനെ പാടുന്നത് ഈസിയേ അല്ല, ഒട്ടും ഈസി അല്ല. ട്യൂൺ നമുക്ക് പാടാൻ പറ്റും. അതെ. കുഞ്ഞുങ്ങളെ പല ആൾക്കാരും നമുക്ക് അതും ഈ പ്രായത്തിൽ അത് കേൾക്കുന്നുണ്ടല്ലോ. കിട്ടണമെങ്കിൽ ബുദ്ധിമുട്ടായി. ഈ ഫീലൊക്കെ കൊടുത്ത് ഈ പാടണം. ഫീൽ Yeah. മനസ്സിലാക്കാൻ ഒരാൾക്ക് അതെ. പറഞ്ഞു കൊടുക്കാനും ബുദ്ധിമുട്ടാണ്. അതെ. ഗ്രൂമേഴ്സിന് ട്യൂൺ പഠിപ്പിക്കാം, അതിന്റെ ഫീൽ ഇങ്ങനെയാണെന്ന് പറയാം, പക്ഷെ അവൻ കൺസീവ് ചെയ്യണം മീനുട്ടി. Yes. ഇത് ജന്മനാ കിട്ടുന്ന അത് കാര്യങ്ങൾ. ജന്മനാ കിട്ടുന്നതാണ്. അതാണ് രക്തത്തിൽ ഓടുന്ന സംഗീതം എന്നൊക്കെ പല ആൾക്കാരും പറയുന്നത്. അതെ. അത് കേട്ടോ, അതെ. അത് കുട്ടുമണി കുട്ടന് ഉണ്ട്. താങ്ക് യു സർ. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. പിന്നെ ഒന്നും പറയണ്ട, ബാക്കി ഞാൻ പറയാം. ഞാൻ മിണ്ടാണ്ടിരിക്കേ. നിനക്കുള്ള ചാൻസ് തരാം. തരാം, അതൊക്കെ തരാം ഏട്ടാ. പല്ലവിയില് കടാക്ഷങ്ങൾ എന്ന് പാടിയില്ലേ അല്ലേ മധു? അതെ അതെ. കടലോലം കടലോളം ബെസ്റ്റ്. അത് ലാസ്റ്റ് പല്ലവിയില് കടാക്ഷങ്ങൾ വീണ്ടും വേറൊരു സംഗതി പാടിയില്ലേ? അതെ അതെ അതെ. അതിനൊരു നല്ല സൂപ്പർ ഒരു കൈയടി കൊടുക്കുന്നു. താങ്ക് യു സർ. മറന്നോ നീ നിലാവിൽ നമ്മളാദ്യം കണ്ടൊരാ രാത്രി. മറന്നോ നീ നിലാവിൽ നമ്മളാദ്യം കണ്ടൊരാ രാത്രി. കലാലോലം കടാക്ഷങ്ങൾ മനസ്സിൽ കൊണ്ടൊരാ രാത്രി. കലാലോലം കടാക്ഷങ്ങൾ മനസ്സിൽ കൊണ്ടൊരാ രാത്രി. പിന്നെ സഖി എന്ന് പാടിയത് ആദ്യം ആഹാ. ഒരു വേണമെന്ന് വെച്ച് ഒരു ഹസ്കിയായിട്ട് പാടിയല്ലോ. അതെ 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 അതെ. അതെങ്ങനെയായിരുന്നു സഖി? എന്ത് നാണം വരുന്നേ. അതല്ല, ഏ എനിക്ക് ചെറിയൊരു ഹോബിയുണ്ട്. എന്താ? ഈ പാട്ട് എനിക്ക് നല്ല ടഫായിരുന്നു ആദ്യം പഠിക്കാൻ. ആ. അതുകൊണ്ട് ഞാൻ ഒത്തിരി കാര്യം ഞാൻ ആദ്യം ഈ പാട്ട്, എനിക്ക് ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് അന്നത്തേത് മാറിയിട്ടില്ല ഓ ഇതുവരെ. ഓ ഓ. നല്ല ടഫായിരുന്നു എനിക്ക് സംഗതി ഇതൊന്നും ആദ്യം. അല്ല ഞാൻ ഈ സഖിന്നൊക്കെ ഈ പാടാൻ ഇങ്ങനെ പറഞ്ഞെന്ന് ആരാ? ഗ്രൂമേഴ്സ് ആണോ? ആ ശരി. ഇവിടുത്തെ ഗ്രൂമേഴ്സ് നിസ്സാരക്കാരല്ല അല്ലേ? സാറുമാരെല്ലാവരും നല്ല ഡീറ്റെയിൽ ആയിട്ട് ഓരോ പറഞ്ഞു തന്നു. സംഗതികളും അല്ല അതെ, അവര് പറഞ്ഞു തന്നാലും അതൊക്കെ എങ്ങനെ കൺസീവ് ചെയ്യണ്ടേ? ആ, ആ. അതെടുക്കണ്ടേ? അതൊരു കഴിവാണല്ലോ. ഹലോ ഹലോ, ഈ സഖി എങ്ങനെ പാടിയെന്ന് മാത്രമാണ് ചോദിച്ചത്. അതിപ്പോ വലിയൊരു അതൊരു definition ആയി അതൊരു മാറി. വലിയൊരു ഇന്റർവ്യൂ ആയിട്ട് എടുക്കണ്ട. അതെ. കേട്ടാ? അപ്പൊ സഖി എങ്ങനെ പാടി ഇദ്ദേഹം? സദാ എനിക്ക് അത് പാടി വരട്ടെ. ആ, പാടി വരാം, പാടി വരാം. അതാ പറഞ്ഞെ പാടി വരാൻ. പ്രശോഭിതം എന്റെ സ്മൃതി നാളം. ആഹാ. പ്രശോഭിതം എന്റെ സ്മൃതി നാളം. സദാ പൊരിയുന്ന ചിന്തയിൽ നീ ആ. സഖി അരെ വാ. കുളിരാർന്ന കുഞ്ഞോളം. സൂപ്പർ സൂപ്പർ. Thank you, sir. മിടുക്കൻ. പോലെ പാടി വെച്ചേ. അതെ അതെ. ആ, എരിഞ്ഞു മൂകവേദനയിൽ അതും കൂടെ പാടും. എരിഞ്ഞു. എരിഞ്ഞു മൂകവേദനയിൽ ആ. പ്രഭാമയം എന്റെ ഹർഷങ്ങൾ. എരിഞ്ഞു ആ. മൂകവേദനയിൽ പ്രഭാമയം എന്റെ ഹർഷങ്ങൾ. വൃഥാ പരിശൂന്യ നിമിഷങ്ങൾ സുധാരസരമ്യ
അത് ബ്രില്യന്റ് ആയിരുന്നു കേട്ടോ. ബ്രില്യന്റ്. പിന്നെ പാടിപ്പി അവന് ശബ്ദം വയ്യാണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ പാടിയില്ലേ. അപ്പൊ നമ്മുടെ ശബ്ദം വയ്യാകയോ ഒന്നും പ്രശ്നമല്ല. എപ്പോഴാ ടാലന്റ് ഒരു വലിയ പ്രകാശമായിട്ടുള്ള അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് തെളിയിക്കുകയാണ് കേട്ടോ. അപ്പൊ കുട്ടുമണിക്കും അത് കോൺഫിഡൻസ് വേണം. പിന്നെ ഡെഡിക്കേഷൻ ഉണ്ട്. നേരത്തെ പറഞ്ഞില്ലേ കരഞ്ഞു ഇങ്ങനെ ശബ്ദം വയ്യാണ്ടായപ്പോ. അങ്ങനെ കരയേണ്ട ആവശ്യമില്ല. കാരണം കുട്ടുമണിക്ക് അങ്ങനെ അത് ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടു. ഞാൻ ഒരു ദിവസം റൂമിൽ നിന്ന് പോലും പുറത്തിറങ്ങാതെ ഫുഡ് കഴിക്കാൻ പോലും ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല. അമ്മ പോയി എടുത്തിട്ട് വരുമായിരുന്നു ചെയ്തിരുന്നത്. അത് മുഴുവൻ ഞാൻ പാട്ട് പഠിച്ച് ഡീറ്റെയിൽ പഠിച്ച് ഭയങ്കര. ആണല്ലേ? അയ്യോ എന്തൊരു ഡെഡിക്കേഷൻ ആണ്. ഡെഡിക്കേഷൻ, ഹാർഡ് വർക്കിംഗ്. നിനക്ക് എത്ര വയസ്സാടാ? 9. 9ാമത്തെ വയസ്സിൽ ഇത്ര അധികം ഡെഡിക്കേഷൻ. ഒരു നമസ്കാരം അതൊന്നും വേണ്ട. അതൊന്നും വേണ്ടത്. എന്നാ നമസ്കാരം തിരിച്ചെടുത്തു. സന്തോഷായോ? സന്തോഷായി. എനിക്ക് സന്തോഷമായി നമസ്കരിച്ചപ്പോ. പൊന്നെ നീ ഭയങ്കര മിടുക്കനാവടാ. താങ്ക് യു ഒരു സർ. സംശയമില്ല കേട്ടോ. അങ്കിളിന് ഒത്തിരി 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 ഇഷ്ടം. താങ്ക് യു സർ. ഇനി അങ്ങോട്ട് പൊക്കോ. Just do it. ഒന്ന് തിരിഞ്ഞെന്നേ. ടീഷർട്ടിന് പുറകിൽ അതാ അത് എഴുതിയെന്ന് പാർട്ടി അറിയില്ല അവര്. പറഞ്ഞിട്ടില്ല. Just do it. അത് Yes. അവനറിയില്ല. Yes, do it. Yes, just do it. ടീഷർട്ടിന്റെ And you just did it. Yeah. കേട്ടോ, നല്ല ഫീലോട് കൂടി പാടി. താങ്ക് യു സർ. അത് ഗ്രൂമേഴ്സ് പറഞ്ഞാലും ശരി, അത് ഉൾക്കൊള്ളണമല്ലോ. അവർ പറഞ്ഞു അത് അതുപോലെ തന്നെ നമ്മൾ ഗ്രാസ്പ് ചെയ്ത് അതുപോലെ പ്രൊഡ്യൂസ് ചെയ്യണം. അത് നമ്മൾ പാടണ്ടേ? പാടണം. അതൊരു കഴിവാണല്ലോ. ആ ഫീലൊക്കെ അങ്ങനെ പറഞ്ഞു തരുമ്പോൾ നമുക്ക് എല്ലാവർക്കും കിട്ടണമെന്നില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, എംജങ്ങൾ പറഞ്ഞില്ലേ, സംസാരിച്ചില്ലേ, അതൊക്കെ ഒരു ബൈ ബർത്ത് കിട്ടുന്ന കാര്യങ്ങളാണ് അതൊക്കെ. താങ്ക് യു സർ. ഓക്കെ. അപ്പൊ ഈ പല്ലവി മാത്രം ഇത്തിരി ഉഴപ്പി. അതിൽ ഫസ്റ്റ് 2 ലൈൻസ് കുറച്ച് ഉഴപ്പി. പിന്നെ അങ്ങോട്ടേക്ക് ടേക്ക് ഓഫ്. യെസ്. പിന്നെ സ്മൂത്ത് ടേക്ക് ഓഫ് ആയിരുന്നു. മിണ്ടാണ്ടിരിക്കടാ കേട്ടാ, വിത്തൗട്ട് എനി ടർബുലൻസ്. അത് ഇങ്ങനെ നന്നായിട്ട് ആകാശത്ത് ഇങ്ങനെ പറന്നു കടന്നു. ആ പാട്ട് അത് ഹൃദയത്തിലേക്ക് ഏറ്റു, ടച്ച് ചെയ്തു. ഹാർട്ട് ടച്ചിങ്. അനുപല്ലവിയും ചരണവും അതിമനോഹരമായിട്ട് പാടി. അതെനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ. അപ്പൊ ഇങ്ങനെയൊക്കെ പാടാൻ പറ്റണമെന്നുണ്ടെങ്കിൽ യു ആർ നോട്ട് ആൻ ഓർഡിനറി മാൻ. യു ആർ ആൻ എക്സ്ട്രാ ഓർഡിനറി മാൻ. കണ്ണുകൾ തീക്ഷ്ണത കാണുന്നുണ്ടോ? ഞാൻ തീക്ഷ്ണത കാണുന്നു. ഓക്കെ. എന്തായാലും കൊള്ളതുപോലെ പോട്ടെ. ഇതുപോലെ ഡെഡിക്കേഷനോടുകൂടിയും ഹാർഡ് വർക്ക് ഒക്കെ ചെയ്ത് ഇപ്പൊ ഭക്ഷണം പോലും കഴിക്കാതെ പഠിച്ചു എന്ന് പറഞ്ഞില്ലേ? അതെ, അതുപോലെ ഇവിടെ എല്ലാം പക്ഷെ ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല. അമ്മ പോയി എടുത്തിട്ടായിരുന്നു വരുന്നത്. അതുപോലെ ഇവിടെ മിക്ക കുട്ടികളും അതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഇപ്പൊ പാർത്ഥിവ് പാടിയ പോലെ പുറത്തേക്ക് വരണം. ഹാർഡ് വർക്ക് ചെയ്ത അത് പുറത്തേക്ക് കാണണം, ആ ഫലം കാണണം. അതാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. പാർത്ഥിവ് കുട്ടാ, എന്തോ എനിക്ക് നിന്റെ അടുത്ത് പാട്ടിലും വർത്താനത്തിലും പിടിച്ചേക്കാൻ പറ്റില്ല. അതെനിക്ക് മനസ്സിലായി ഇന്നോടെ. മുന്നേ എനിക്ക് അറിയായിരുന്നു, പക്ഷെ എപ്പോഴാണ് ആ സ്റ്റേജ് പാസ് ചെയ്യുന്നതെന്ന് ഞാനിങ്ങനെ ആലോചിച്ച് നിൽക്കും. ഇന്നാണ് ആ സുദിനം. പാട്ടും പിടിച്ചു നിൽക്കാൻ പറ്റില്ല, വർത്താനം പിടിച്ചെടുക്കാൻ പറ്റില്ല. മിടുക്ക, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല രസത്തിൽ പാടി. പറഞ്ഞ പോലെ ഈ പല്ലവി മാത്രം ആ തുടക്കത്തിൻ്റെതായിട്ടുള്ള കുഞ്ഞു ഡിഫിക്കൽട്ടീസ് ഒഴിച്ചാൽ ബാക്കിയൊക്കെ ഭയങ്കര രസമായിരുന്നു. എന്താ തുടങ്ങുമ്പം ഒന്ന് സെറ്റായി വരാനുള്ളൊരു ബുദ്ധിമുട്ട് അല്ലേ? അതല്ലേ? അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു.
നീ മിടുക്കനാണ് ആസ് ഓൾവേസ്. താങ്ക് യു. ഇനിയും നന്നായി പാടുക, നന്നായി പ്രാക്ടീസ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യണം? വായിച്ചു നേരം പൂട്ടി വെക്കുക. പാചകമൊക്കെ അടിച്ചോടാ, അത് രസമാണ്. അല്ല, അധികം സംസാരിക്കുന്ന ശബ്ദത്തിന് നല്ലതല്ല. യെസ്. ആ, അതാരെയും പറഞ്ഞു തന്നോ? മധുചേട്ടൻ തന്നെ തോന്നിയിട്ടുണ്ട്. ആ, തന്നെ തോന്നിക്കുന്നത് കുഴപ്പമില്ല. ഭയങ്കര മെച്ചൂരിറ്റി ആട്ടോ. അതെ അതെ. ശോ, നമ്മുടെ മാർക്ക് മെച്ചൂരിറ്റി അറിയാലോ. കുട്ടന്റെ മാർക്ക് അറിയണ്ടേ നമുക്ക്? യെസ്. കുട്ടുമണിക്കുന്ന മാർക്ക് 99.25 on 100. താങ്ക് യു സർ. കുട്ടുമണിക്കുട്ട, എന്തോ അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. അടുത്ത പ്രാവശ്യം 99 എവിടെ എത്തും? എവിടെയൊക്കെ എത്തും. ശ്രമിക്കും അല്ലേ maximum? നമുക്കൊരു ഇത് വേണ്ടേ, ഒരു ഉറപ്പ്. ഏയ് അങ്ങനൊന്നുമില്ല, അല്ലേ അപ്പൊ തോന്നുന്നു. എന്തായാലും മൊട്ടയടിക്കേണ്ടി അതെ വന്നില്ല. അതെ, എന്തറിയോ, അതാ ഫ്രീ അല്ലേ? ആയിട്ട് ജസ്റ്റ് മിസ്സിനെ മുട്ട നഷ്ടപ്പെട്ടത്. എനിക്ക് എന്റെ ഫേവറേറ്റ് മുടി അപ്പൊ മനഃപൂർവ്വം ചെയ്താണോ ഇനി? ഓ, മനഃപൂർവ്വമാണോ പല്ലവി? അല്ല അല്ല ആ, അല്ല. ഓക്കെ. അപ്പൊ സാരമില്ല, അടുത്ത പ്രാവശ്യം ഒന്ന് 100-ൽ എത്തണ്ട. അല്ല, നമ്മള് 0.75 കുറയ്ക്കാതെ ഓൾ ദ ബെസ്റ്റ്. നമ്മൾ മുടി പോണ്ട 0.75 അതുകൊണ്ട് കുറച്ചത്. മുടി പോണ്ടെന്ന് ഞങ്ങൾക്കൊരു വിഷമം തോന്നി, അതുകൊണ്ട്. മൊട്ടയടിക്കണ്ടല്ലോ. അതെ, ഓക്കെ. അപ്പൊ ബൈ ബൈ. സമാധാനമുണ്ട്. ആര്യ ചേച്ചി, യെസ്. ഇനി നമ്മൾ മാജിക് മെലഡീസിലേക്ക് പോവാണ്. ഒരു നല്ല മെലഡി സോങ് നമ്മൾ കേൾക്കാൻ പോവാണ്. ഒരു സ്വീറ്റ് മെലഡി വോയിസ് ഉള്ള ഒരാളാണ് വരാൻ പോകുന്നത്. അങ്ങനെ മെലഡി ഒക്കെ പാടുമ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് വരാൻ പോകുന്നത്. നമ്മൾ ഭയങ്കര ഭയങ്കര പാവമാണ്, എത്ര ക്രൂരാവാൻ നോക്കിയാലും പറ്റില്ല എന്ന് പറയുന്ന ഒരാളാണ് വരുന്നത്. സിദ്ധലക്ഷ്മി കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. Yes. So let's welcome സിദ്ധുകുട്ടി on stage. ഹലോ. ഹലോ. ശോ, കിതച്ചു പോയി ഓടി വന്നിട്ട്. ദൂരെന്നാണ് ഓടി വന്നത്. എന്താ അറിയോ, എല്ലാവരുടെയും പതിവ് റൂട്ട് ബ്ലോക്ക് ആയി, മഞ്ഞ് വീണ് കിടന്നിട്ട്. അതുകൊണ്ട് ഇവര് കുറച്ച് വേറെ വഴി വേറെ വഴി കൂടെ വരുന്നേ. ദൂരം കൂടി. ആ, സംശയമാണ് ഏത് വഴി വരണം എന്ന്. മുടി കുറച്ചുകൂടെ വളർന്നോ? വളർന്നോന്നോ? അതവള് മടക്കി കെട്ടി വെച്ചിട്ട് ആ. അങ്ങനെ തോന്നിയാണല്ലേ? ആ, വളർന്ന പോലെ തോന്നി. പൊക്കം വെച്ചോ? സാധാരണ വെട്ടി പോലെ തോന്നുന്നത്. വെച്ചോ, പൊക്കം. സിദ്ധുകുട്ടിക്ക് നീളം വെച്ചു വെച്ചു. ഇല്ലേ? ആ, കുറച്ച് നീളം അതാണ്, വെച്ചിട്ടുണ്ട്. അതാണ്. ഏതാ റൗണ്ട് എന്ന് പാടുന്നേ? മെലഡി. മെലഡി. മാജിക് മെലഡീസ്. മാജിക് മെലഡീസ്. ഏത് മാജിക് മെലഡിയാ പാടുന്നേ? പണ്ടൊരു കാട്ടിലൊരു ആൺസിംഹം. ആ, മതിച്ചു ആണിരുന്നു. ആ. ഒരു കഥയല്ലേ അത്? അപ്പൊ ജോൺ ചേട്ടൻ, ആ. പൂവച്ചൽ ഖാദർ സർ, ആ. സിനിമ സന്ദർഭം, ഉം. വർഷം 1984. ഓക്കെ. പാടിയത്? പാടിയതു പി സുശീലമ്മ. ദാസേട്ടനും പാടിയിട്ടില്ലേ? അപ്പം സമയം കളയാതെ പാടിക്കോളൂ. അതെ. ഓൾ ദി All the ബെസ്റ്റ്. best. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക് Thank you.
സബാഷ്. മാഷാല്ലാ, സുബ്ഹാനല്ലാ. സൂപ്പർ സൂപ്പർ, കലക്കി, അടിപൊളി. എങ്ങനെയുണ്ടായിരുന്നു ഈ ക്രിസ്മസ് ആയിട്ട് ഇങ്ങനെ ഒരു പാട്ട് പാടിയിട്ട്? എന്താ എക്സ്പീരിയൻസ്? നല്ല നല്ലതാ, നല്ല സന്തോഷായോ സ്വന്തമായിട്ട് എല്ലാരും എണീച്ചൊക്കെ നിന്നപ്പോ? ആണോ? ഈ റിജ്വൽ കുട്ടൻ എന്തിനാ ഇവിടെ ഇരിക്കുന്നേ? റിജല് അവന്റെ പാട്ട് കഴിഞ്ഞപ്പോ പറയാണ് ഇപ്പൊ എന്റെ പാട്ടും കേക്കണം. കേക്കണം, അങ്ങനെ ആഗ്രഹമായിട്ട് വന്നതാണോ? ആ ഫ്രണ്ട്സ് ആണോ നിങ്ങൾ ഭയങ്കര? ആ. ഓ ശരി, ആണോടാ? സിദ്ധുകുട്ടി എന്റെ വില്ലയില. വില്ലേല? ഓ അപ്പൊ നിങ്ങൾ ഫ്രണ്ട്സ് ആണ്, ബെസ്റ്റ് ആ ഫ്രണ്ട്സ്. നമ്മ എപ്പോഴും കളിച്ചോണ്ടിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് പാട്ട് കേൾക്കാൻ വന്നേ? അല്ല, ആളിപ്പോ ആകെ മാറിയില്ലേ, അപ്പൊ പഴയ ഫിലോസഫീസ് ഒന്നും ഇല്ല, അതുകൊണ്ടാ. ഓ ഫുൾ ശരി. ചേഞ്ച്. ആ, കേറുന്നതിന് മുന്നേ എന്തെങ്കിലും കൺഗ്രാറ്റ്സ് അങ്ങനെ നിങ്ങൾ പറഞ്ഞോ? ഓൾ ദി ബെസ്റ്റ് ഓൾ പറഞ്ഞോ? ദ ബെസ്റ്റ് പറഞ്ഞു. ആ ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു. വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞോ? ഇത്ര മാർക്ക് കിട്ടണം ആ അങ്ങനെ? 100 അടിക്കണം എന്ന് പറഞ്ഞു. ആ, ആ. ഓടിക്കണം പറഞ്ഞാ? ആ ആ പറഞ്ഞു. ഇപ്പൊ എല്ലാവർക്കും ഇങ്ങനെ ഉപദേശം കാരണം ഒരു കൊടുക്കും. ഫ്രണ്ടിന് 100 കിട്ടുമ്പോ ഒരു സന്തോഷമല്ലേ? അത്തോ കൊള്ളാലോ. എടാ, എടാ സന്തോഷാണെടാ, അതെ. എനിക്ക് ഇഷ്ടപ്പെട്ടു നിന്നെ. ജ്യോതിഷം പഠിച്ചു തുടങ്ങിയോ? ജ്യോതിഷം എനിക്കറിയില്ല, അച്ഛനറിയില്ലേ? അച്ഛനറിയാം. ആ, ആ, അച്ഛൻ പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോ ഇത് 100 കിട്ടുന്നല്ലേ. പറഞ്ഞു. അച്ഛൻ അങ്ങനെയൊന്നും പറയൂല, അങ്ങനത്തെ പറയൂ. ജാതകം ഒന്നും നോക്കാറില്ല. അങ്ങനത്തെ ജാതകം അങ്ങനത്തെ ജാതകം നോക്കാറില്ല അവര്. And so സിദ്ധുകുടി ബാക്ക് ടു ഫോം. Fire. ഈ ക്രിക്കറ്റിൽ എപ്പോഴും കമന്റേറ്റേഴ്സ് പറയും എന്താ പറയുക, ഒരു ഫ്രേസ് ആണ്, ഫോം ഈസ് ടെമ്പററി ബട്ട് ക്ലാസ് ഈസ് പെർമനന്റ്. എന്താ അതിന്റെ അർത്ഥം? അതായത് നമ്മൾ ഫോം എന്ന് പറയുന്നത്, നമ്മുടെ ഫോം ഓരോ ദിവസവും മാറി മാറിയിരിക്കും, അത് ടെമ്പററി ആണ്, ചിലപ്പോ ഒരു സീസണിലുണ്ടാവും. ആ ഒരു സീസണിലുണ്ടാവും. പക്ഷെ ക്ലാസ് എന്ന് പറയുന്നത്, നമ്മുടെ ടാലന്റ് എന്നുള്ളത്, ദാറ്റ് ഈസ് പെർമനന്റ്, അത് എല്ലാ കാലത്തും ഉള്ളതാണ്. അപ്പോൾ കുഞ്ഞ് കഴിഞ്ഞ 1-2 പെർഫോമൻസസിൽ കുറച്ചൊരു ഡിഫറെന്റ് വീക്കായിരുന്നു. ഇതായിരുന്നു എന്ന് പറയാ, അത് ടെമ്പററി ആയിരുന്നു, അത് മാറി, ആ സീസൺ മാറി, ഇപ്പൊ തിരിച്ച് ഫോമിലെത്തി. അതുകൊണ്ടല്ലേ ഇത് ഇത്രയും ഗംഭീരമായിട്ട് പാടിയത്. താങ്ക് യു. ആര്യയായിട്ട് സംസാരിക്കായിരുന്നു. അപ്പൊ ആര്യ പറഞ്ഞ ഒരു കാര്യം എനിക്ക് വളരെയധികം സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. അതായത് ഒരു കഥ പറയുന്നത് പോലെ നമുക്ക് തോന്നി എന്നാണ്. ഒരു പാട്ടിലൂടെ കഥ പറയുക, യെസ്. അത് മെലഡി ഉണ്ട് ആ പാട്ടിൽ, ആ ലിറിക്സ് ആ മെലഡിയുമായിട്ട് ചേർന്ന് വരുമ്പോൾ അതേസമയം ഒരു സ്റ്റോറി ടെല്ലിംഗ് അതിനകത്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് ഈസി അല്ല. ഈവൻ ഫോർ മെച്ചുവേർഡ് സിംഗേഴ്സ് അത് ഈസി അല്ല. അത് സിദ്ധു എന്ന് കലക്കി കളഞ്ഞിടാം. താങ്ക് യു. ആ, ഒരു രക്ഷയില്ല. ആ, സിദ്ധുവിന്റെ മ്യൂസിക്കൽ ടാലന്റ് അറിയണമെങ്കിൽ ആ എങ്ങും എന്നുള്ള ഒരൊറ്റ സംഗതി മതി. ഇങ്ങനെയാണ് എങ്ങും പാടിയത്. ജീവികൾക്കെല്ലാം ശല്യമായി എങ്ങും മേഞ്ഞി. നൈസ്. അവസാനത്തെ ചരണം പാടിയില്ലേ, അതിന്റെ ലിറിക്സ് എന്തായിരുന്നു? പീഡമാൻ നൽകും സ്നേഹധാരയിൽ. അവിടെ പേടമാനും ഉണ്ട്, ആ സ്നേഹധാരയുമുണ്ട്. ആഹാ, അത് ഭയങ്കര ഫീൽ ആയിരുന്നു കേട്ടോ. അടുത്തത് മാറിയ സിംഹം ഒരു മാൻകിടാവായി. ലലലാ. ആഹാ. മാൻകിടാവിനെ അങ്ങനെ ഒപ്പിയെടുത്തിട്ടുണ്ട് Yes. സുശീലമ്മ പാടിയ പോലെ. അതെ. ആ, എന്നിട്ട് ബാക്കി രണ്ടുപേരും തമ്മിലായി ചേർന്നു വാഴും വേളയായി ആ, മാൻ മൊഴിഞ്ഞു വീണ്ടും നീയ സിംഹമാകല്ലേ. സിംഹമാകല്ലേ. ആ, അതൊരു റിക്വസ്റ്റ് ആണേ. yes. അത് ഭയങ്കര സിംഹമാകല്ലേ അതെ. എന്ന് പറയുന്നത് അത് ഫീലാണ് കേട്ടോ. യെസ്. അവിടെയാണ് എനിക്ക് ശരിക്കും ആ കഥ പറഞ്ഞിട്ട് എത്തിയതിന്റെ ആ ഒരു അതെ, അതെ, അതെ. സുഖം ഒരു കിട്ടിയത് പൂർണ്ണത. അവിടെ. അതെ, അവിടെ അതെ. പിന്നെയും ഞാൻ ഫീലുമായി. എന്നിട്ട് അവസാനത്തെ ലൈൻ ഞാൻ സഹിക്കില്ല. Yes. സ്റ്റേറ്റ്മെന്റ്. യെസ്. ഞാൻ സഹിക്കില്ല. ഇങ്ങനെയൊക്കെ പാടിയില്ലെങ്കിൽ നമ്മൾ സഹിക്കൂല. അതെ. ഓക്കെ, ഇങ്ങനെ തന്നെ പാടിക്കോളാം ഇനി ആ. മുമ്പോട്ട്. ഓ. അല്ലെങ്കിൽ എന്ത് കിട്ടും? അല്ലെങ്കിൽ ഇടി കിട്ടും. ഈടി കിട്ടും. ഇടിയോ? അതെ. പാവം. ഇന്ന് ഞാൻ സഹിച്ചു, കാരണം നല്ലോണം പാടി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഇംപ്രൂവ്മെന്റ് കാണുമ്പോ എനിക്കിങ്ങനെ സന്തോഷവും കരച്ചിലും എന്തൊക്കെയോ വരുന്നു. കാരണം ഒന്നും അടക്കി വെക്കാൻ പാടില്ല ആര്യ. കരയും. ആ. അയ്യോ, വേണ്ട, വേണ്ട, വേണ്ട. ഞാൻ കരയാൻ പോകുമ്പോ മച്ചേട്ട ശരിക്കും കരയുന്നു. ശരി, കരയുന്നില്ല. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം വരുന്നുണ്ട്. കാരണം ആദ്യത്തെ സ്റ്റേജിൽ ആ ജേണിയാണല്ലോ നോക്കുന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റേജിലുള്ള സിദ്ധുകുട്ടിയും ഇപ്പൊ വന്ന സിദ്ധുകുട്ടിയും 2 തട്ടിലിങ്ങനെ നിക്കുക. മുത്താണ് എന്റെ മുത്ത്. ഒന്നും പറയാൻ തോന്നില്ലടാ. നല്ലൊരു കഥ കേട്ടതിന്റെ ഒരു സംതൃപ്തി, ഒരു സുഖം, ഒരു സാറ്റിസ്ഫാക്ഷൻ എല്ലാം ഉണ്ട്. ഓക്കെ, മിടുക്കി. താങ്ക് യു. സിദ്ധലക്ഷ്മി, ആ. എന്തെങ്കിലും സിദ്ധി കിട്ടിയോ?
അല്ല, എന്താ ഈ ഇമ്പ്രൂവ്മെന്റിന്റെ രഹസ്യം? പ്രാക്ടീസ്. പ്രാക്ടീസ് ചെയ്തു. പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ്. പെർഫെക്റ്റ്. യെസ്, കൊള്ളാം. ഇപ്പൊ പെർഫെക്റ്റ് ആയി വരുന്നുണ്ട്. എനിക്കും വളരെ വളരെ ഇഷ്ടപ്പെട്ടു ആ ഇമ്പ്രൂവ്മെന്റിന്. ഞാൻ വീണ്ടും ഒരു കൈത്തട്ടൽ. എനിക്ക് പല ഭാഗങ്ങളും വളരെ ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് പല്ലവിയിൽ കുറച്ച് ആ എങ്ങും മേഞ്ഞിരുന്നു മാത്രം കുറച്ച് വീക്കായി. ഒരു ബേസ് നോട്ട് ഫസ്റ്റ് ടൈം വന്നപ്പോ രണ്ടാമത്തിൽ അത് കറക്റ്റ് കറക്റ്റ്. അപ്പൊ അത് കുഴപ്പമില്ല. അതങ്ങനെ വരും, സംഭവം ഉണ്ടെന്ന് മനസ്സിലായി. കറക്റ്റ് ആയിട്ട് വരും എന്നുള്ള കാര്യം പിടികിട്ടി. ബാക്കിയെല്ലാം വളരെ വളരെ നല്ല ഭാവത്തോടു കൂടി, നല്ല വോയിസ് ഒക്കെ നല്ല പെർഫെക്റ്റ്, തെളിച്ചത്തോടു കൂടി പാടി. എവിടെ ഒതുക്കണമോ അവിടെ ഒതുക്കി പാടി. ഈ പാട്ടിന് എന്തായിരുന്നോ വേണ്ടത് അത് ഇവിടെ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകും. അപ്പൊ എന്തായാലും കൊള്ളാം, ഇഷ്ടപ്പെട്ടു. വെരി ഗുഡ്. ഇങ്ങനെ പോട്ടെ. അപ്പൊ ഇത്രയും നന്നായിട്ട് പാടുമ്പോഴേ നമുക്ക് എങ്ങനെയാണ് ഒരു വീഡിയോ കാണാതിരിക്കുക? റെഡിയാണോ? ഓക്കെ. നമസ്കാരം, ഞാൻ ഷെഫ് രാജേഷ്. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന്റെ ഒരു വലിയ ഫാനാണ്. അതുപോലെ തന്നെ സിദ്ധലക്ഷ്മിയുടെയും. സിദ്ധലക്ഷ്മി മോൾ പാടുന്ന പാട്ടുകൾ ഇത്രയും ഫീൽ സോ ബ്യൂട്ടിഫുൾ, കേട്ടിരിക്കാൻ തോന്നും. നമ്മളുടെ എല്ലാ പാട്ടുകളും, ഒട്ടുമുക്കാൽ എല്ലാ പാട്ടുകളും ഞാൻ കേൾക്കാറുണ്ട്. പ്രത്യേകിച്ച് തേടി വരും കണ്ണുകളിൽ അയ്യപ്പസ്വാമിയുടെ ആ പാട്ട്, എന്താ രസം, ബ്യൂട്ടിഫുൾ. മോൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തു വിട്ടിട്ടുണ്ട്. അത് കിട്ടും. മോൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ഇനിയും നന്നായിട്ട് പാടുക, ഈ കോമ്പറ്റീഷൻ ജയിക്കുക. ഇതാണ് ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥന. എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട് മോൾക്ക്. ഓൾ ദി ബെസ്റ്റ്. ഇത് ഷെഫ് രാജേഷാണ്. അദ്ദേഹം UAE-യിലാണ്. അപ്പൊ സിദ്ധുവിന്റെ പാട്ട് ഇത്ര അധികം ഇഷ്ടപ്പെട്ടിട്ട് ഇവിടെ ഒരു പ്രസന്റ് കൊടുത്തയച്ചിട്ടുണ്ട്. അത് വേണ്ടേ? അത് വേണ്ടേ? ചെറിയൊരു പ്രസന്റ് ആട്ടോ. ഇത് ഋജുല, എന്തോ ഒരു 99 ഔട്ട് ഓഫ് 100 കൊടുത്തല്ലോ. പോരാ, ഇത്രയും നന്നായിട്ട് പാടിയില്ലേ? ആണോ? എത്രയ്ക്ക് നന്നായിട്ട് പാടിയോ? നല്ലോണം പാടി. കണ്ടോ, അവന് ഒരു സംശയമില്ല. 100 ഔട്ട് ഓഫ് 100. Yes, 100 on 100 for Siddhalakshmi today. ഒരൊറ്റ അങ്ങനെ ഒരു മധുരമഴ. പറഞ്ഞ പോലെ തന്നെ ആയല്ലോ. ഋജൂട്ട വരുന്നുണ്ട്. വലിയ പോക്കറ്റുള്ള നിക്കർ ഇട്ടിട്ടാണ് വരുന്നത്. ചോദ്യം പറച്ചിലൊന്നുമില്ല. ഞാൻ വിചാരിച്ചു സന്തോഷം കൊണ്ട് സിദ്ധുവിനെ ഒന്ന് കെട്ടിപ്പിടിച്ച് സിദ്ധുക്കുട്ട കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറയും. ഓടി വന്ന് മിഠായി പറയും. ഇങ്ങനെ പിടിച്ചിരിക്കുക ഗദ പോലെ. അപ്പൊ ആര്യ ചേച്ചി ഇങ്ങോട്ട് എന്തായാലും ടെഡി ബെയറിന് തുടർന്ന് പറഞ്ഞില്ലേ, എന്തായാലും വരേണ്ടി വരും. കാരണം ഇന്നത്തെ നമ്മുടെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ സിദ്ധുക്കുട്ടിയാണ്. സിദ്ധുക്കുട്ടിക്ക് ബിലീവ് ആയിട്ടുണ്ട് ഒരു ഗിഫ്റ്റ് ഹാമ്പർ. എന്നാ തൊട്ടോക്കെ നല്ല സുഖയില്ലേ? ഓക്കെ, കൺഗ്രാറ്റ്സ് സിദ്ധുക്കുട്ടി. ബൈ ബൈ. 3 പേരും പൊക്കോ. നമ്മുടെ ഇന്നത്തെ ടോപ്പ് സിംഗറിന്റെ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയോടുകൂടി നമ്മൾ അടുത്ത ദിവസം വീണ്ടും കാണും. എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ, ബൈ, സീ യു.